സീപ്ലെയിൻ സ്വപ്നങ്ങൾക്ക് ചിറകേകി ട്വിൻ ഓട്ടർ വിമാനത്തിന്റെ ലക്ഷദ്വീപ് സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക്. കരയിലും ജലത്തിലും ഇറങ്ങാനാവുന്ന വിമാനത്തിന്റെ കൊച്ചി ലക്ഷദ്വീപ് പരീക്ഷണ പറക്കലുകൾ വിജയകരമായി പൂർത്തിയായി. 2 പൈലറ്റുമാരും 1 ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ 20 പേർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനാകും. ഇന്ത്യയുടെ സീപ്ലെയിൻ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ട്വിൻ ഓട്ടർ വിമാനത്തിന്റെ ലക്ഷദ്വീപ് സർവീസ് ആരംഭിക്കുന്നു. രാജ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഏക സീപ്ലെയിൻ സർവീസാണ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ആരംഭിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം സർവീസ് കമ്പനിയായ സ്കൈഹോപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ സീപ്ലെയിൻ അടുത്താഴ്ച തന്നെ ആദ്യ യാത്രികരുമായി പറന്നുയരും. കനേഡിയൻ നിർമ്മിത വൈക്കിംഗ് DHC-6-400 ട്വിൻ ഓട്ടർ വിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. കരുത്തുറ്റ ഇരട്ട എഞ്ചിനുകളാണ് ട്വിൻ ഓട്ടറിനുള്ളത്. ടേക്ക് ഓഫിനും ലാൻഡിംഗിനും ചെറിയ റൺവേ മതിയാകുന്ന ഷോർട്ട് ടേക്ക് ഓഫ് ലാൻഡിംഗ് യൂട്ടിലിറ്റി എയർക്രാഫ്റ്റാണിത്. 20 സീറ്റുകളിലുള്ള ട്വിൻ ഓട്ടർ വിമാനത്തിന് ഒരുപോലെ കരയിലും ജലത്തിലും ലാൻഡ് ചെയ്യാനാകും. 2 പൈലറ്റുമാരും 1 ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ 20 പേർക്ക് യാത്ര ചെയ്യാനാകും. മറ്റു വിമാനങ്ങളിലെ പോലെ ശുചിമുറി സംവിധാനവും വിമാനത്തിനുള്ളിലെ ഭക്ഷണ സംവിധാനവും ഉണ്ടാകില്ല. 1 മണിക്കൂർ 20 മിനിറ്റാണ് പരമാവധി യാത്രാ ദൈർഘ്യം എന്നതിനാലാണ് ഈ സൗകര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. കോട്ടയം സ്വദേശിയും ആംഫിബിയൻ വിമാനങ്ങൾ പറപ്പിക്കാൻ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഏക വ്യക്തിയുമായ ക്യാപ്റ്റൻ അരുൺ ഗോപനാണ് സീപ്ലെയിന്റെ 1 പൈലറ്റ്. ഫിജി സ്വദേശി മിൻഡേഷ് പ്രസാദാണ് 2ാമത്തെ പൈലറ്റ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കൽപ്പേനിയിലേക്കാകും ആദ്യം വിമാനം പറക്കുക. തുടർന്ന് ദ്വീപ് തലസ്ഥാനമായ കവരത്തി, അഗത്തി, കടമത്ത്, കിൽത്താൻ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സ്വപ്ന പദ്ധതിയാണിത്. ബജറ്റ് വിമാനയാത്രയും പ്രാദേശിക വിമാനത്താവളങ്ങളുടെ വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉഡാൻ പദ്ധതിയിൽ ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ 6000 രൂപയിൽ താഴെ ചിലവിൽ യാത്ര സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മെട്രോ 7. 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്